മൂന്നാർ കഴിഞ്ഞ 2 ദിവസമായിട്ട് ശക്തമായ മഴയായിരുന്നു. എന്നാൽ ഇന്ന് മഴയ്ക്ക് കുറച്ച് കുറവുണ്ട്. ചെറിയ മഴ മാത്രമാണ് ഉള്ളത്, ഇടവിട്ടുള്ള മഴയാണുള്ളത്. രാവിലെ നല്ല കാറ്റുണ്ടായിരുന്നു, പക്ഷേ ആ കാറ്റിനും ഇപ്പോൾ മാറ്റമുണ്ട്. അതുകൊണ്ട് ജനജീവിതത്തെ കാര്യമായിട്ട് ഈ മഴ ബാധിച്ചിട്ടില്ലെന്ന് തന്നെ പറയും. പക്ഷേ ഇപ്പോഴും പല സ്ഥലങ്ങളിലും മണ്ണിടിഞ്ഞ് കിടക്കുന്നുണ്ട്. കഴിഞ്ഞ ദിവസം ഉണ്ടായ മഴയിൽ ദേവികുളം LP സ്കൂളിലെ സമീപത്ത് മണ്ണിടിഞ്ഞ് കിടക്കുന്നതാണ് ഈ കാണുന്നത്. സ്കൂളുകൾക്ക് ഇന്ന് അവധിയാണ്, അതുകൊണ്ട് അത്തരത്തിലുള്ള പ്രശ്നങ്ങൾ 2 ദിവസമായിട്ട് അവധിയാണ്. അതുകൊണ്ട് അങ്ങനെയുള്ള മറ്റ് ദുരിതങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. എന്തായാലും സ്കൂളിലെ ഹെഡ് മിസ്ട്രസ് നമ്മളോടൊപ്പം ചേരുകയാണ്. ഇത് എന്ന് സംഭവിച്ചതാണ്? മിനിയാന്ന്. അന്ന് ക്ലാസ് ഉണ്ടായിരുന്നോ? ക്ലാസ്സില്ലായിരുന്നു. ഇല്ലായിരുന്നു. രാത്രിയിലായതുകൊണ്ട് ക്ലാസ്സില്ലായിരുന്നു. ഇത് നീക്കുന്നില്ലേ? എന്താ? നമ്മൾ വില്ലേജിൽ അറിയിച്ചിട്ടുണ്ട്. LP HM ഇവിടെയുണ്ട്. ഞാൻ ഹൈസ്കൂളിലെ HM ആണ്. അപ്പോൾ ഇവിടെ UP കുട്ടികളുണ്ട്. സാർ എല്ലാം ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത് ഇന്ന് എന്തായെന്ന് പറയാൻ വേണ്ടിയാണ് ഞാൻ വന്നത്. സാറിനെ വിളിച്ച് ചോദിച്ചിട്ട് അറേഞ്ച്മെൻറ്റ് ചെയ്യണം. നാളെ ചിലപ്പോൾ സ്കൂളിലുണ്ടാവാൻ സാധ്യതയുണ്ട്. അപ്പോൾ നാളെ കുട്ടികൾ വരുമ്പോൾ ഇതൊന്ന് ക്ലീൻ ചെയ്യണമല്ലോ. അപ്പോൾ അതുകൊണ്ട് വില്ലേജ് ഓഫീസിലൊന്ന് കത്ത് കൊടുക്കാൻ വേണ്ടി പോകാം. ഇന്ന് തന്നെ മാറ്റും? ഇന്ന് തന്നെ പോയി ചോദിക്കണം. സാറ് സാറ് പറഞ്ഞിട്ടുള്ളതാണ്. അപ്പോൾ അവർക്ക് ഒരുപാട് ഡ്യൂട്ടികൾ ഉള്ളത് കൊണ്ട് ഇത് ശ്രദ്ധിച്ചില്ല എന്ന് തോന്നുന്നു. അപ്പോൾ ഉടനെ ചെയ്യുമായിരിക്കും. ഇന്ന് മഴ കുറച്ച് കുറവുണ്ടല്ലോ, അപ്പോൾ നാളെ ക്ലാസ് ഉണ്ടാവാനുള്ള സാധ്യതയാണല്ലേ? അതെ. നാളെ ക്ലാസ് ഉണ്ടാവും മാക്സിമം. തീർച്ചയായിട്ടും റവന്യൂ അധികൃതരെ ഇക്കാര്യം അറിയിച്ചിട്ടുണ്ട്. അവരാണ് വന്ന് ഇനി മണ്ണ് മാറ്റേണ്ടത്. നാളെ ക്ലാസ് ഉണ്ടാകാനുള്ള സാധ്യതയാണ്. കാരണം ഇന്നത്തെ ഒരു കാലാവസ്ഥ വെച്ച് നോക്കുമ്പോൾ ശക്തമായ മഴയൊന്നുമില്ല. കാറ്റുണ്ടായിരുന്നു. നേരത്തെ റിപ്പോർട്ട് ചെയ്യുന്ന സമയത്ത് നല്ല കാറ്റുണ്ടായിരുന്നു. ആ കാറ്റും ഇപ്പോൾ കുറഞ്ഞിട്ടുണ്ട്. കാലാവസ്ഥ മെച്ചപ്പെട്ടു വരുന്നു എന്നുള്ളത് ഇടുക്കിക്കാരെ സംബന്ധിച്ച്, പ്രത്യേകിച്ച് മൂന്നാറുകാരെ സംബന്ധിച്ച് വലിയ ആശ്വാസമാണ്.